പ്രതിസന്ധികളുടെ തീച്ചൂളയിൽ വെന്തുരുകുമ്പോഴും ആത്മവിശ്വാസത്തിന്റെ കരുത്തോടെ മുന്നേറിയ IPS ഓഫീസർ പി വിജയൻ ഒടുവിൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP കസേരയിലേക്ക്. തനിക്കെതിരെ ഉയർന്ന വിവാദങ്ങൾക്കും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കടുത്ത അച്ചടക്ക നടപടികൾക്കും അതേ നാണയത്തിൽ മറുപടി നൽകാതെ കഠിനാധ്വാനവും നീതിബോധവും കൊണ്ട് അദ്ദേഹം നടത്തിയ തിരിച്ചുവരവ് കേരള പോലീസിന്റെ ചരിത്രത്തിലെ സുവർണ അധ്യായമായി മാറുകയാണ്. കോഴിക്കോട് സ്വദേശിയായ ഈ 1999 ബാച്ച് IPS ഉദ്യോഗസ്ഥന് അർഹമായ പദവിയാണ് വൈകിയാണെങ്കിലും ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും കഠിന പ്രയത്നം കൊണ്ട് മാത്രം വിജയത്തിന്റെ പടവുകൾ കയറിയ വ്യക്തിയാണ് പി വിജയൻ. പഠിക്കുന്ന കാലത്ത് തന്നെ കുടുംബം പുലർത്താൻ കെട്ടിടം പണിക്ക് പോകേണ്ടി വന്ന കഠിനമായ ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കൂട്ടുകാർ 10ാം ക്ലാസ് പരീക്ഷ എഴുതുമ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം 10ൽ പഠിപ്പ് നിർത്തി കോഴിക്കോട്ടെ പുത്തൂർ മഠം എന്ന ഗ്രാമത്തിൽ കല്ലുചെത്തി ചുമര് കെട്ടാനിറങ്ങിയ 15കാരൻ പിന്നീട് ചരിത്രം തിരുത്തിക്കുറിക്കുകയായിരുന്നു. കല്ലും മണ്ണും ചുമന്ന കൈകളിൽ നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തുണ്ടായിരുന്നു. മനസ്സിന്റെ ആ നന്മയും സത്യസന്ധതയും പിന്നീട് അദ്ദേഹത്തെ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ സിവിൽ സർവീസിലേക്ക് നയിച്ചു. കേരള പോലീസിന്റെ മുഖച്ഛായ മാറ്റിയ നിരവധി വിപ്ലവകരമായ പദ്ധതികളുടെ അമരക്കാരനായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളിൽ അച്ചടക്കവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്നതിനായി വിജയൻ രൂപം നൽകിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ഇന്ന് ദേശീയ തലത്തിൽ തന്നെ മാതൃകയായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ക്യാമ്പസുകളിലെ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഇല്ലാതാക്കാനും യുവതലമുറയെ പോലീസിനോട് അടുപ്പിക്കാനും ഈ പദ്ധതിക്ക് സാധിച്ചു. ഇതിനു പുറമെ കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ്, ശബരിമല തന്ത്രി കേസ്, ചെലേമ്പ്ര ബാങ്ക് കവർച്ച തുടങ്ങിയ പ്രമാദമായ നിരവധി കേസുകളിൽ അന്വേഷണ സംഘത്തെ നയിച്ച അദ്ദേഹം വലിയ പ്രശംസ പിടിച്ചുപറ്റി. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടപ്പിലാക്കിയ പുണ്യം പൂങ്കാവനം പദ്ധതിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.